ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രതിരോധ ശക്തിയെ കുറിച്ചാണ്. നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു പോയോ എന്നാണ് സലിൽ സാർ നമ്മളോട് ചോദിക്കുന്നത്. സാർ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു കാരണം കാണും. സത്യത്തിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. അതിശക്തമായ വെയില്, ഇപ്പതേ അതിശക്തമായ മഴ, അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ പ്രതിരോധ ശക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് തീർച്ചയായിട്ടും സലിൽ സാർ നമുക്ക് കേൾക്കാം. ഞങ്ങൾ എല്ലാവരും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സലിൽ സാറിനെയും. സലിൽ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സർ, ആൻഡ് ഗുഡ് ഈവനിങ് ഓൾ. ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴത്തെ ഇത്രയും ക്ലൈമറ്റ് ചേഞ്ചും അല്ലെങ്കിൽ കോവിഡും ഒന്നും പല പല കാര്യങ്ങളും വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ മുഴുവൻ ഉത്തരവും ഞാൻ പറയാനാവില്ല. ഒരു ഡിസ്ക്ലൈമറോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? ഓക്കെയാണ്, എല്ലാം ഓക്കെ. ശരി. അപ്പോൾ ഒരു ഡിസ്ക്ലൈമറോട് കൂടിയിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ഉത്തരങ്ങളും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഇന്നിപ്പോ ഞാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിനെ പറ്റി കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? 10ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെ ഒക്കെ റിസൾട്ട് വന്നു. അപ്പോൾ ഈ റിസൾട്ടിൽ എന്തുകൊണ്ടാണ് ഒരു പിഴവ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത റിസൾട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിലേക്ക് നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടത്. അപ്പൊ ഈ ഒരു ഇമ്മ്യൂൺ ഫംഗ്ഷനെ സംബന്ധിച്ചും അത് തന്നെ ആയിരിക്കും മുഖ്യം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സെക്കൻഡ്. സ്ക്രീൻ ഷെയർ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്, ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയാണ്, അല്ലെ? രോഗം പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ സ്വായത്തമായ ശേഷി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഒരു പ്രതിരോധ ശേഷി നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട്, ആ ഒരു കാര്യം മുതൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് മുമ്പ് ഡിഫൻസിലായിരുന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഞാൻ പറയാം. ഇപ്പോ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എനിമി ഇൻട്രൂഡേഴ്സ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യണം, അല്ലെ? അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റും എത്രയോ ലക്ഷം കോടികൾ ആണ് ചെലവഴിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അത്രയും പ്രോപ്പർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താ ചെയ്യുന്നത്? പുറത്തുനിന്ന് അകത്തേക്ക് വരാൻ സാധ്യതയുള്ള ഇൻവേഡേഴ്സിനെ ഒക്കെ തന്നെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി അഥവാ അത് പിന്നെയും അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കൊന്നു കളയണം. എന്നിട്ടും അത് നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് കയറുകയാണ്, എന്നിട്ട് അത് ബോഡിക്ക് അകത്തുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻസിനെ ലിമിറ്റ് ചെയ്യണം. അത് എത്രത്തോളം നമ്മുടെ ബോഡിക്ക് ഹാം ചെയ്യുന്നുണ്ട് അതിനെ ലിമിറ്റ് ചെയ്യണം, അല്ലെ? ഇതും മാത്രമല്ല, ഇത് നമ്മുടെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് പുറത്തു നിന്ന് വരുന്ന പലതരത്തിലുള്ള പാത്തജൻസിനെ പറ്റിയിട്ടാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇത് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ ഇത് കൂടാതെ അഥവാ ശരീരത്തിന് ഒരു മുറിവുണ്ടായാൽ അതിന്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കണം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോ ചൂട് കൂടുക, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, ഇതല്ല മറ്റെന്തെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ
അതിനെ അത്തരം ത്രെട്ടുമായിട്ട് അത്തരം ഭീഷണികളെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. നമ്മുടെ ശരീരത്തിന് അതുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂൺ ഫങ്ഷൻ ആണ്. ബട്ട് അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ഇമ്മ്യൂൺ ഫങ്ഷൻ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അത് സ്വന്തം ശരീരത്തിലത്തെ കോശങ്ങളെയും പുറത്തുനിന്ന് ശരീരത്തിനകത്തേക്ക് വരുന്ന കോശങ്ങളെയും തമ്മിൽ മനസ്സിലാക്കണം, അല്ലെ? ഇപ്പൊ ബാക്ടീരിയ ഒരു ത്രെട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ബാക്ടീരിയയും വൈറസും ഒക്കെ ഒത്തിരി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. മൈക്രോബ്സ്, ഗട്ട് മൈക്രോബയോം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സാധനത്തിന് നമ്മുടെ ശരീരത്തിനകത്തുള്ളതിനെയും പുറത്തുള്ളതിനെയും തമ്മിൽ മനസ്സിലാക്കണം. അതുപോലെ ശരീര കോശങ്ങളെയും ഇൻവേഡേഴ്സിനെയും മനസ്സിലാക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ അതിന് എപ്പോഴും പണിയെടുക്കണം, എപ്പോഴും പണി നിർത്തണം എന്നറിഞ്ഞിരിക്കണം, അല്ലെ? ഇപ്പോ പുറത്തു നിന്ന് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു, ടെററിസ്റ്റിനൊക്കെ കൊന്നു കഴിഞ്ഞു. അതിനുശേഷവും നമ്മുടെ മിലിറ്ററി അവിടെ പോയി ഫയറിംഗ് നടത്തിക്കൊണ്ടിരുന്നാലോ? നടക്കില്ല. അതിന് പല ഡിസ്റ്റർബൻസസും ഉണ്ടെന്നാണ് പറയുക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. സോ എപ്പോഴാണോ അവരുടെ ആക്ഷൻ മതിയാക്കേണ്ടത് ആ സമയത്ത് അത് മതിയാക്കണം. അത് കൂടാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യണം. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ടാവും. അതിന് മെമ്മറി, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി ഉണ്ട്, ഓർമ്മയുണ്ട്. ആ ഓർമ്മ കാരണമാണ് ഇങ്ങനെ ഒരു ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ വാക്സിൻസിനൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇപ്പൊ അടുത്തിടെയായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇമ്മ്യൂണിറ്റി കുറവാണ്, അഥവാ നമുക്ക് വേണ്ടത്ര ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരും. പലതരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാവും, പകർച്ചവ്യാധികൾ എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചലഞ്ചസും നമുക്ക് വരും. ഈ ലൈഫ് സ്റ്റൈൽ ചലഞ്ചസിന് അനുസരിച്ചിട്ട് തന്നെ എഗെയിൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രോൺ ടു ഇൻഫെക്ഷൻ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. സോ അങ്ങനെയുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റി കുറവാവുന്നത് കൊണ്ട് വരുന്നത്. എന്നാൽ അതേ സമയത്ത് ഇമ്മ്യൂണിറ്റി ഒന്ന് കൂടിപ്പോയാലോ, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ത്രെട്ടും അവസാനിച്ചതിന് ശേഷവും അവിടെ പോയി ഫയറിംഗ് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മനസ്സിലാവുന്നില്ല ഇപ്പോഴവിടെ റിയൽ ത്രെട്ട് ഉണ്ടോ, അല്ല പെർസീവ്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് മാത്രമാണോ. ഈവൻ ഇഫ് അങ്ങനെ ഒരു ത്രെട്ട് ഇല്ലാത്ത സമയത്തും ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവാം. ഓക്കെ, ഇത് മാത്രമല്ല, ആ ആവശ്യം തീർന്നു കഴിഞ്ഞതിന് ശേഷവും അവർ വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ ഒരു മാറ്റർ കണ്ടിട്ട് അതിനെ പിന്നെയും പിന്നെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. ചെറുതായിട്ട് പല കേസുകളിലും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ചെടികളുടെ ഇല, അത് ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ചില ആൾക്കാർക്ക് അലർജി റിയാക്ഷൻ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് എന്തോ ഒന്ന് അടുത്തൂടെ പോയി എന്ന് മാത്രം തോന്നുന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് പല സമയത്തും ചെറിയ ചെറിയ, ഇപ്പോ ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനോട് അലർജി ഉണ്ട്. നമ്മുടെ ഗോതമ്പിലൊക്കെ ഉള്ള സാധനമാണത്. ഈ ഗ്ലൂട്ടനോട് അലർജി ഉള്ളവർ എന്താണ്, അവർ അത് കഴിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാവും, പല രീതിയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സോയാബീൻ, ഇങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് പെട്ടെന്ന് വളരെ കൂടും. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള സാധ്യതകൾ, സ്വയം പ്രതിരോധത്തിനെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള, സ്വന്തം ശരീരത്തിനെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതിരോധം, ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ എണ്ണം കൂടും. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ടു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഒന്ന് ഇന്നേറ്റ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന ഒരു ഇമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇമ്മ്യൂണിറ്റി പൊതുവെ അതിനെ സ്പെസിഫിക് ആയിട്ട് ഇന്നതിനോട് ഇമ്മ്യൂണിറ്റി എന്നൊന്നും പറയാനില്ല, എല്ലാത്തിനോടും ഉള്ള ഒരു കോമൺ ഇമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ട്.
അതുപോലെ തന്നെ ഇതൊരു ആന്റിജൻ ഡിപ്പെൻഡന്റ് ആയ എന്തെങ്കിലും ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ശരീരത്തിന്റെ ചില കോശങ്ങളുടെ റിയാക്ഷൻ കൊണ്ട് ആന്റിജൻസിന് കൊണ്ടാണ് അത് വരുന്നത്. അതുപോലെ ഇത് തുടക്കത്തിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെസ്പോൺസ് അവേഴ്സും വളരെ ചെറിയ സമയത്തേക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ശരീരത്തിന്റെ സ്വന്തമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി. സ്പെസിഫിസിറ്റി ഈസ് ലിമിറ്റഡ് ഓർ ഫിക്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തുമായിട്ടാണ് ആക്ട് ചെയ്യാനുള്ളത് അത് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടൊന്നും ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മാറുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ ആവുമ്പോൾ നോർമലി വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിന്നെയും പിന്നെയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമ്മ്യൂണിറ്റി ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിന് മെമ്മറി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയാണ് ശരീരത്തിന്റെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെയുള്ള ഒരു ഇമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ. എന്നാൽ അതേ സമയത്ത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. നമുക്കൊരു പ്രത്യേക സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഇതിന് പ്യുവർലി ആന്റിജൻ ഡിപ്പെൻഡന്റ് ആണ്. നേരത്തെ പറഞ്ഞതിന് ആന്റിജൻ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അവിടെ ആന്റിജൻ ഇല്ലെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യും. ബട്ട് ഇവിടെ ആന്റിജൻ ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസങ്ങളെടുക്കും. അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻസും കുറെ ദിവസങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല ഇതിന് ആ മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഫങ്ഷൻസ് ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിക്കൻ ബോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിന്റെ കാരണം പ്രധാനമായിട്ട് ശരീരത്തിന് അതിന്റെ മെമ്മറി ഉള്ളത് കൊണ്ടും ഈ മെമ്മറി പെട്ടെന്ന് തന്നെ ചിക്കൻ ബോക്സിന്റെ വൈറസ് രണ്ടാമത് ഇൻഫെക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് കൊണ്ടുമാണ്. സോ ആ മെമ്മറിയും ആ ആന്റിബോഡീസും അത്രമാത്രം ശരീരത്തിന്റെ പാർട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ ഏത് അവയവമാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്? ഇതാണ് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യം. പല ആൾക്കാരും പറയും ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങനെ ഒരു പ്രത്യേക ഓർഗനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഓർഗനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ശരീരത്തില് ഹേർട്ട്, രക്തചംക്രമണ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള അവയവങ്ങൾ പ്യുവർലി ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഇത്രയും വലുതായിട്ടും നമ്മുടെ ഹോൾ ബോഡിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂക്കോസ എന്ന് പറയാം. മ്യൂക്കോസ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാസദ്വാരങ്ങൾ മുഖേന വരുന്ന ഒരു ലിക്വിഡ് ഫോമാണ്. ഈ മ്യൂക്കസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ബാക്ടീരിയ പോലെയുള്ള എക്സ്റ്റേണൽ പാത്തജൻസിനെ അവിടെ പിടിച്ചു വെക്കും. പൊടി മാത്രമല്ല അത് പിടിച്ചു വെക്കുന്നത്, ഈവൻ പാത്തജൻസിനെ പിടിച്ചു വെക്കും. ഇമ്മീഡിയറ്റ്ലി അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളതാണ്. മ്യൂക്കസ് പല സ്ഥലങ്ങളിലും ശരീരത്തിൽ തന്നെ അവൈലബിൾ ആണ്. ബേസിക്കലി അതിന്റെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് മ്യൂക്കസിന്റെ വർക്ക് ഏരിയ. തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ്, അതുപോലെ തന്നെ സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, ലിംഫാറ്റിക് സിസ്റ്റം, ശരീരത്തിലെ ബ്ലഡ് സിസ്റ്റം പോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫും ലിംഫ് നോഡ്സും ഒക്കെ ശരീരത്തിൽ നിന്ന് പാത്തജൻസിനെയും ടോക്സിൻസിനെയും റിമൂവ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ബോൺ മാരോ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവുന്നത് എവിടുന്ന? ബ്ലഡിനകത്താണ് WBCയെ പറ്റി ഞാൻ ഇതുവരെ പറഞ്ഞില്ല. വൈറ്റ് ബ്ലഡ് സെൽസ്, കോപ്പർ സെൽസ്. ഈ വൈറ്റ് ബ്ലഡ് കോപ്പർ സെൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മെയിൻ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയാം. പാത്തജനുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന മെയിൻ ഫോഴ്സ് അവരാണെങ്കിൽ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ റെഡിയാക്കുന്നത് ബോൺ മാരോ എന്നാണ്. ബോൺ മാരോ എന്നാണ് ബ്ലഡ് സെല്ലിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡിന്റെ ക്വാളിറ്റിയും ബ്ലഡിന്റെ ന്യൂട്രീഷണൽ ഇമ്പാക്റ്റും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എഫക്ട് ചെയ്യും. സ്കിൻ എന്തുണ്ടെങ്കിലും അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പ്രാപ്തിയുള്ള ഒരു പ്രതലമാണ് നമ്മുടെ സ്കിൻ. അതുപോലെ തന്നെ ടോൺസിൽസ്, അഡിനോയിഡ്സ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഗ്ലാൻസ്,
ഇവയൊക്കെ കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഓർഗൻ ആയിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ആൻഡ് നമ്മളൊക്കെ എല്ലാവരും തന്നെ ജനിക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ഒരു റെഡിമെയ്ഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് ആ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ അഡാപ്റ്റബിൾ ഇമ്മ്യൂണിറ്റിയും കൂടിയിട്ട് ഇന്ന് വരെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പാത്തജൻസ് വന്നിട്ടുണ്ടോ അതിനെയൊക്കെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവും വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് പനി വരും അല്ലെ? പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ആ രോഗലക്ഷണമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പനി മാത്രമല്ല, ചിലപ്പോഴൊക്കെ വീക്കം വരും. ഈ കാരണം കൊണ്ടും ചിലപ്പോൾ നമുക്ക് തലയൊന്ന് ഇടിച്ചു, തലയ്ക്ക് പോലും നമുക്ക് പലതരത്തിലുള്ള വീക്കം വരുന്നില്ലേ? ഇത് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, എന്നാൽ ശരീരത്തിനകത്ത് ഉള്ളിലും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഇൻഫ്ലമേഷൻസും നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമാണ്. അലർജി എന്ന് പറയുന്നത് കുറച്ചു നേരത്തെ ഞാൻ സംസാരിച്ചു. അലർജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് പ്രായം കൂടുന്തോറും ഏജ് കൂടുന്തോറും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന്റെ കപ്പാസിറ്റി അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ചില സമയത്ത് നമുക്ക് മെറ്റബോളിക് ഡിസീസസ് വരുന്നുണ്ട്, ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ BP റിലേറ്റഡ് ആയിട്ടോ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ട് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്വതസിദ്ധമായതും അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും രണ്ടും കുറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് സാധാരണ കാണാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ? ഒന്ന്, പ്രധാനമായിട്ട് നമുക്ക് കഫ് ആൻഡ് കോൾഡ്, പ്രധാനമായിട്ട് കോൾഡ് തന്നെ, ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാം. മേ ബി അതിനൊരു മരുന്നെടുത്തോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കോ കഴിച്ചു വീണ്ടും അതേ ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അത് റിപ്പീറ്റ് ആവുന്നതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചില മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വളരെ കാലതാമസം, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉണങ്ങാത്തൊരു സിറ്റുവേഷൻ വരിക. പൊതുവെ സ്ട്രെസ്, ബോഡി സ്ട്രെസ് മാത്രമല്ല മാനസികമായിട്ടും മൊത്തത്തിലൊരു സ്ട്രെസ്, അത് ടയർഡ്നെസ് കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ ഉറക്കം, ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് നമ്മുടെ ഉറക്കമായിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടാം. അത് കൂടാതെ ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻ പിന്നെയും വന്നുകൊണ്ടിരിക്കാം. ലൈക്ക് ഈവൻ കോവിഡ് പോലും ചില ആൾക്കാർക്ക് അത് വന്നോ ഇല്ലയോ എന്ന് അറിയാത്ത സാഹചര്യം ഉള്ളപ്പോൾ 3 പ്രാവശ്യമൊക്കെ കോവിഡ് വന്ന് അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ ടയേർഡ് ആൻഡ് ഫാറ്റിക്. നമുക്ക് മൊത്തത്തിൽ ബോഡി ടയേർഡ്നെസ്സും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് ഈവൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് നൈറ്റ് സ്ലീപ്പിന് ശേഷം പോലും നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതും ഒരു പക്ഷെ ഈ ഒരു ഇമ്മ്യൂണിറ്റി കുറവാകുന്നതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു ആന്റിജൻ വരുന്ന സമയത്ത് ആന്റിബോഡീസ് ഉണ്ടാവുകയും ഈ ആന്റിബോഡീസ് അതിനെ ആന്റിജൻസിനെയും അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന മറ്റ് പാത്തജൻസിനെയും റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇതിനുശേഷം നമ്മുടെ ആന്റിബോഡീസ് നോർമൽ ആവും, അതിന്റെ അളവ് കുറയും, അത് നോർമൽ മെമ്മറി സ്റ്റേജിലേക്ക് മാറിയിട്ട് അല്ലെങ്കിൽ ഡോർമന്റ് സ്റ്റേജിലേക്ക് മാറിയിട്ട് പ്രൊട്ടക്ഷൻ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും വീണ്ടും. അത് പിന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല. അതേ സമയത്ത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉള്ള ആളില് ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ഒരുപക്ഷെ പുറത്തു നിന്നുള്ള ആന്റിജൻ അവിടെ ട്രിഗർ ചെയ്യാം. ഈ ആന്റിജൻ അല്ലാതെയും നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ആന്റിജൻ ഉൽപ്പാദിപ്പിക്കാം. ഇത് രണ്ടിനെയും ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും.
ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആന്റിജൻസ് അവിടെ തീരുന്നില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, പ്രത്യേകിച്ചും ശരീരത്തിനകത്ത് നമുക്ക് പെട്ടെന്നൊന്നും അത് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ടിഷ്യൂ ഡാമേജസ് ഉണ്ടാക്കുക, അത് കണ്ടിന്യൂ ചെയ്യാം, ആ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടാവും. സോ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൽ ശരിക്കും നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നത്? ഒരു വൈറസ് ബോഡിക്ക് അകത്തേക്ക് വരും, ഈ വൈറസിനെ പലതരത്തിലുള്ള ലിംഫോസൈറ്റുകൾ ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും, ആൻഡ് അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്തു, പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു. അതേസമയത്ത് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനിലെ ഒരു ഫോറിൻ സബ്സ്റ്റൻസസ് അത് ഒരു പക്ഷേ നമ്മുടെ ബോഡിയെ റിസംബിൾ ചെയ്യാം, അതല്ലെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കാം. അതിനുശേഷം നമ്മുടെ ബോഡിക്ക് അകത്തുള്ള പാർട്ട് ഈ ഫോറിൻ സബ്സ്റ്റൻസിനെ പോലെ ഇരിക്കാം. ഇത് രണ്ടുകൊണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഡെവലപ്പ് ചെയ്യാം ഒരാളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മനസ്സിലാവുന്നില്ല ഇത് ഫോറിൻ ബോഡിയാണോ അല്ല ശരീരത്തിനകത്തുള്ളതാണോ. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ അതുകൊണ്ട് തന്നെ നോർമൽ ബോഡി സെല്ലിന്റെ ഷേപ്പോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറും ഒക്കെ ചിലപ്പോൾ അത് മാറ്റം സംഭവിക്കാം, ഇതുകൊണ്ടും ഉണ്ടാവാം. അത് ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള സിറ്റുവേഷൻസിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ ഫങ്ഷനിങ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഈ ഫങ്ഷനിങ് ടോട്ടൽ ആയിട്ട് ഒന്നുകിൽ താളം തെറ്റാം, അതല്ലെങ്കിൽ ടോട്ടലി അബ്നോർമൽ ആവാം. ഇത് രണ്ടും ആന്റിബോഡീസിനെ ക്രിയേറ്റ് പിന്നീട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ചില ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കുറേ രോഗങ്ങളുണ്ട്. ഒന്ന് RA അല്ലെങ്കിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പറയാം, അല്ലെ, വാദം എന്നൊക്കെ മലയാളത്തിൽ കേൾക്കാറുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഡയബറ്റീസ് നമ്മൾ കേൾക്കാറുണ്ട്. ഡയബറ്റീസിൽ രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്, ഒന്ന് ടൈപ്പ് 1 ഒന്ന് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് നോർമലി 18 വയസ്സിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ചെറുപ്പം ഉണ്ടാവുന്ന ഒന്നാണ്. അതിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണ്? പാൻക്രിയാസിന് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു എവിടുന്നോ പുറത്തു നിന്ന് വന്ന ഒരാളാണെന്ന് കാണുകയും അതിന്റെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബീറ്റാ സെല്ലിനെ അറ്റാക്ക് ചെയ്തിട്ട് പിന്നീട് ഇൻസുലിൻ ഉൽപാദനം നിന്നു പോവാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള ചില രോഗങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഷിമോട്ടോസ് തൈറോയിഡിസം, അതല്ലെങ്കിൽ അഡിസൺസ് ഡിസീസ്, അതല്ലെങ്കിൽ SLE അല്ലെങ്കിൽ ലൂപ്പസ് എന്ന് പറയുന്ന രോഗം, അതുപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ ഡിസീസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സീലിയാക് ഡിസീസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പ്രധാനമായിട്ട് 100-ലധികം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കാണാറുണ്ട്. ഇതിൽ ചിലതൊക്കെ വളരെ കോമൺ ആണ്, ഏകദേശം 10 എണ്ണത്തോളം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്, ഇൻക്ലൂഡിങ് സോറിയാസിസ് ഒക്കെ. നിങ്ങൾ സ്കിൻ ഡിസീസ് ആണ് ഒരു തരത്തിലുള്ള, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുക? കാരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ കണക്കുകളിലേക്കോ അല്ല ഞാൻ ഇന്ന് പോകുന്നത്. ഞാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് ശരിയാക്കാൻ പറ്റുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ലെറ്റ് us ഡിസ്കവർ. ശരീരത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ ഫങ്ഷൻ ഉണ്ട്. ഈ ഇമ്മ്യൂൺ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രക്രിയ പിന്നെയും നടക്കാറുണ്ടെന്ന് അറിയാമല്ലോ. ഓക്സിജൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കത്തുന്ന എഫക്റ്റ് ഉണ്ടാവും. ഈ കത്തുന്ന എഫക്റ്റ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കത്തുന്ന എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഈ കത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയാം. ഈ ചാരം പോലെ തന്നെ തീപ്പൊരികളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓക്സിജൻ ശരിക്കും സ്പ്ലിറ്റ് ആയിട്ട് അത് ഓക്സിഡൈസ് ആവും എന്നാണ് പറയുന്നത്. ഓക്സിഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോണിന്റെ അളവ് കുറവാണ്. ഈ ഇലക്ട്രോൺ അടുത്തുള്ള എവിടെയെങ്കിലും പോയിട്ട് അത് എടുക്കാൻ നോക്കും. അങ്ങനെ ഓക്സിജൻ അറ്റാക്ക് ചെയ്യും ശരീരത്തിന്. അറ്റാക്ക് ചെയ്യുന്ന ഓക്സിജനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആന്റി ഓക്സിഡൻസും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് വെജിറ്റബിൾ സോഴ്സ് എന്നാണ്. എന്നാൽ ശരീരത്തിനകത്ത് സ്വന്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്, അതാണ് ഗ്ലൂട്ടാഥയോൺ.
ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഈ ഒരു ആന്റി ഓക്സിഡന്റിന് ശരീരത്തിനകത്ത് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ പ്രൈമറി ആന്റി ഓക്സിഡൻസ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ മറ്റു പല വൈറ്റമിൻസിനെയും മിനറൽസിനെയും അത് വിട്ടുകൊടുക്കും. ലൈക്ക് വൈറ്റമിൻ സി വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. എന്നാൽ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള, വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. സോ ഇതിനെയൊക്കെ അത് സ്പെയർ ചെയ്യും. കാരണം ഗ്ലൂട്ടാതയോണിന്റെ എഫക്ട് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റ് ഫ്രീ റാഡിക്കൽ അറ്റാക്കിനെ അത് കൺട്രോൾ ചെയ്തോളും. അതുപോലെ തന്നെ ശരീരത്തിലെ DNA ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ DNA ക്രോമസോം ഇതുപോലൊക്കെ വരുന്ന ഡാമേജസ് കാരണമാണ് ജനറ്റിക് രോഗങ്ങൾ കൂടുന്നത്, അതുപോലെ തന്നെ ക്യാൻസറസ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഗ്ലൂട്ടാതയോൺ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൂടാതെ നമ്മുടെ സ്പേം അതിന്റെ ഫങ്ഷനും അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ഈ ഒരു മോട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് സ്പേമുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാതയോൺ ആവശ്യമാണ്. പല എൻസൈമുകളുടെ ആക്ഷന് വേണ്ടിയിട്ടും പല ഹോർമോണുകളുടെ ആക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഗ്ലൂട്ടാതയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് മെർക്കുറി വന്നിട്ടുണ്ടെങ്കിൽ ഈ മെർക്കുറിയെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗ്ലൂട്ടാതയോൺ. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഒന്ന് ലിവറാണ്, അതുപോലെ തന്നെ ലിവറാണ്. ഈ ലിവറിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ പിത്താശയം, ലിവറും അതുപോലെ തന്നെ ലിവറിന്റെ ബയൽ ഡക്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ലിവറിന്റെ ടോട്ടൽ ഫങ്ഷനെ വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാതയോൺ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇതേ ഗ്ലൂട്ടാതയോൺ തന്നെ നമുക്ക് ഏജ് വരുന്ന സമയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇമ്മ്യൂണിറ്റി കുറയാൻ ഏജ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിരുന്നു, പ്രായം കൂടുമ്പോൾ. അവിടെ പ്രായം കൂടുന്ന സമയത്ത് നമുക്ക് ഗ്ലൂട്ടാതയോണിന്റെ അളവ് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഗ്ലൂട്ടാതയോണിൽ പ്രശ്നം വരുന്നത് എവിടേക്കാ? പലപ്പോഴും നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ജീവിതശൈലി, അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഇൻവേഡേഴ്സിന്റെ അളവ് കൂടുന്ന സമയത്ത്, നമ്മുടെ ജീവിത സാഹചര്യം ടോട്ടലായിട്ട് മാറുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നത്? പല പല സിസ്റ്റങ്ങളും, ശരീരത്തിനകത്തുള്ള മറ്റ് പല പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളും നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് 70% ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗം കുടലാണ്. സോ കുടലിന്റെ ആരോഗ്യം എത്രത്തോളം നന്നായിട്ടിരിക്കുമോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് പറയാം. സോ ഗട്ട് ഹാസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടു പ്ലേ ഇൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, നമ്മുടെ വയറിന്റെ ആരോഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് മോശമാണെങ്കിൽ എന്താവും? മെറ്റബോളിക് ഡിസീസസും ലൈഫ് സ്റ്റൈൽ ഡിസീസസും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാവാം. നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈക്രോബയോം ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ ബാക്ടീരിയയുടെ കോളനി ഉണ്ട്. ഈ കോളനി ഓൾമോസ്റ്റ് 85% നല്ല ബാക്ടീരിയയും ഓൾമോസ്റ്റ് 15% മോശം ബാക്ടീരിയയാണ്. ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇമ്മ്യൂൺ കോശങ്ങളുമായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു പ്രധാന പോർഷനാണ് നമ്മുടെ വയറും കുടലും. ശരി, സോ ഇവിടെ നമുക്ക് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുടലിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്? എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫുഡ് കഴിക്കുക. ഹോൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻഡ് ആവാത്ത ഫുഡ്, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാത്ത, അതോ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് അതിനെ പ്രോസസ്സിംഗ് മാത്രമല്ല അതിനെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പല രീതിയിൽ അതിന്റെ ഗുണം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക. അങ്ങനെയുള്ള ഒരു രീതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭക്ഷണം വളരെ ഗുണകരമായിരിക്കും വയറിന്. അവിടെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതൽ കിട്ടും. അതുകൂടാതെ പ്രോബയോട്ടിക്സ് കൂടുതലുള്ള ഭക്ഷണം നമ്മുടെ വയറിലെ മൈക്രോബയോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദ നമ്പർ 1 പോയിന്റ് ഈസ് improve your gut health. Immunity and sleep.
നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയും അതുപോലെ തന്നെ ഉറക്കവും തമ്മിൽ എന്താണ് ബന്ധം? വലിയ ബന്ധമാണ്. കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോവിഡിന്റെ സമയത്ത് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഈവൻ ഇഫ് വാക്സിൻ എടുക്കാത്തവരാണെങ്കിലും ഉറക്കം ആ സമയത്ത് കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിരുന്നു. അതിന്റെ ഒരു അങ്ങനെ ഉറങ്ങാത്തവർക്ക് അത് വളരെ ക്രൂഷ്യൽ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഉറക്കം നമ്മുടെ നോർമൽ റെസ്പോൺസിന്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസിന് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്, നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനില്ല ആ സമയത്ത് എന്ന് ശരീരത്തിനോട് പറഞ്ഞ് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വാക്സിൻ്റെത് ഞാൻ ഇവിടെ പറഞ്ഞു, വാക്സിൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഒത്തിരി വാക്സിൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളുടെ ഉറക്കം മോശമാവുന്ന സമയത്താണ് നമ്മൾ ഇത് പോയിട്ട് എടുക്കുന്നതെങ്കിൽ ഒരുപാട് അത് ഗുണം ചെയ്യണം എന്നില്ല. ഓക്കെ, നമ്മുടെ അലർജിക് റിയാക്ഷൻസ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ അത് കുറയുന്നുണ്ടാവും. സോ ഇതൊക്കെ നേരിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ സൈറ്റോകൈൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതും അഗൈൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ സൈറ്റോകൈൻ റീജനറേഷന് വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണത്. ഈ റീജനറേഷന് വേണ്ടിയിട്ട് ഉറക്കം വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ, ഇതും നിങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതായിരിക്കും. ഒരു ഉറക്കത്തിന് ശേഷം ശരീരത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻസും അതുപോലെ തന്നെ സ്വെല്ലിങ്ങും ഒക്കെ കുറഞ്ഞതായിട്ട് കാണാം. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്, മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടെ വർക്ക് ചെയ്യുന്നതും അത് ഇൻഫ്ലമേഷൻ കുറക്കുന്നതുമാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടെന്ന് ഞാൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ആ മെമ്മറി നിങ്ങൾക്കറിയാം, എക്സാമിന്റെ സമയത്ത് ഇപ്പൊ കുട്ടികളോട് നമ്മൾ എന്താ പറഞ്ഞ, നല്ല ഓർമ്മ കിട്ടണമെങ്കിൽ എന്ത് വേണം, നല്ല ഉറക്കം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്മറിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദ പോയിന്റ് നമ്പർ 2 ഈസ് ഹാവ് ഇനഫ് ഗുഡ് ഡീപ് സ്ലീപ്പ്. നല്ല ഉറക്കം, അഗാധമായ ഉറക്കം തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും. ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രെസ്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഓൾറെഡി ഉണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ചെറിയ ചെറിയ സ്ട്രെസ് കൊടുത്തിട്ടാണ് ശരീരത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ഇത്തരം സ്ട്രെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടിയ സമയത്താണെങ്കിൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അത് ഈവൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലും കൂടിയ സ്ട്രെസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പറയാറ് പലപ്പോഴും ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകളൊന്നും നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബേസിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ അതിലേക്ക് ഞാൻ അടുത്ത സ്ലൈഡിൽ പോകാം. എനിവേ, നോർമലി നമ്മുടെ സ്ട്രെസ് കൂടുതലുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ സമയത്തായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നത്. ഒരു വീട്ടിൽ ടോട്ടലി സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതിപ്പോ ജോലി പോവുക അല്ലെങ്കിൽ മാറുക, വീട് മാറുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഉള്ള സ്ട്രെസ് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട്. അത് ഇൻഫ്ലമേഷന്റെ രൂപത്തിലാണ് നമ്മൾ ചിലപ്പോഴൊക്കെ അറിയാറ്. പിന്നെയുള്ള ഒന്നാണ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് സാധ്യത കൂടുക എന്നുള്ളത്. കൂടുതലായിട്ട് സ്ട്രെസ് ഉള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് പോലും വലിയ രീതിയിൽ സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂടുതൽ കൂടുതൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരുന്നതായിട്ട്. പകർച്ചവ്യാധികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സപ്രസസ് ടി സെൽസ്. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാന WBCയുടെ ഒരു പ്രധാന ഭാഗമാണ് ടി സെൽസ്. ഈ ടി സെൽസിനെ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ട്രെസ്സിന്റെ ഒരു വർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ മുറിവുണങ്ങുന്ന ഒരു സാഹചര്യം അതിനെ ഡിലേ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒട്ടും സഹായിക്കാതിരിക്കുക എന്ന് പറയുന്നത് എഗെയിൻ സ്ട്രെസ് കൊണ്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. സ്ട്രെസ് ഇല്ല അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്നൊരിക്കലും നമ്മൾ പറഞ്ഞുകൂടാ. കാരണം സ്ട്രെസ്സാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ മെഡിറ്റേഷനും റിലാക്സേഷനും പോലെയുള്ള ടെക്നിക്കുകളും മറ്റ് പല, നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരാണ്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പല
ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാം, മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്താം. സോ പോയിന്റ് നമ്പർ 3 ഈസ് മാനേജ് സ്ട്രെസ്. ഇമ്മ്യൂണിറ്റി ആൻഡ് വർക്കൗട്ട്. പൊതുവെ ഇതിനു മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് ഈസ് ആസ് ഗുഡ് ആസ് സ്മോക്കിംഗ്. ഒരു പുകവലിക്ക് തുല്യമാണ് ഒരു ഐഡിയൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പണിയെടുക്കാത്ത ഒരു ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിന് നമുക്ക് ഒരു മിനിമം 30 to 45 മിനിറ്റ്സ് വീക്ക്ലി 5 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആണ്. എന്നാൽ ഇതേ വർക്കൗട്ട് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ, പെർട്ടിക്കുലർലി ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ എഫക്റ്റീവ് ആണ്, അതിനെ സഹായിക്കുന്നതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് തന്നെ. എന്നാൽ ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടുകൾ നമ്മൾ വളരെ കൂടുതൽ സമയം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡേയ്സിൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ വാക്സിന്റെ എഫക്റ്റീവ്നെസ് കുറയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് വാക്സിൻ എടുത്തവര് കൂടുതൽ വർക്കൗട്ട് ചെയ്യരുത്, എന്നാൽ മോഡറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. TET പോലെയുള്ള വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം അത്യാവശ്യം എങ്കിലും കുറച്ച് ജോലികൾ ആ കൈകൊണ്ട് തന്നെ, ഏത് കൈക്കാണോ എടുത്ത് ആ കൈകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു റീസൺ ഇതാണ്. റെഗുലർ എക്സസൈസ് റീജുവനേറ്റ്സ് ഇമ്മ്യൂൺ സെൽസ്. നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂൺ കോശങ്ങളെ, പ്രതിരോധ കോശങ്ങളെ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. സോ 4th പോയിന്റ് ഈസ് എൻഗേജ് ഇൻ മോഡറേറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് എക്സസൈസ്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വലിയ സെഷൻ തന്നെ എടുത്തതാണ്. സോ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല. ബട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പല സിസ്റ്റത്തിലും എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോകെമിക്കൽ പാത്വേ എന്ന് അതിന് പറയാം. മീൻസ് ബയോകെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ പലതരത്തിലുള്ള സിഗ്നൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് കൊണ്ടുപോകുന്നു. അതിനുശേഷം അത് റീഡ് ചെയ്തതിനു ശേഷമാണ് നമുക്കത് വർക്ക് ചെയ്യുന്നത്. ഈവൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ്, അതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഹോർമോൺ ഒരു കീ ആണെങ്കിൽ ഇതിന് കണക്കായിട്ടുള്ള ലോക്ക് നമ്മുടെ ശരീരത്തിൽ ഏതോ ഒരു കോശത്തിൽ ഉണ്ടാവും. ആ കോശത്തിലേക്ക് ഈ ഒരു കീ പോയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പോകണമെങ്കിൽ ഹോർമോണിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? ബ്ലഡിലേക്ക് ഇത് റിലീസ് ആവും. ഈ ബ്ലഡ് ആണ് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈഡ്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. ഇതും ഫ്ലൂയിഡ് ഡിപ്പെൻഡന്റ് ആണ്. സോ ഫ്ലൂയിഡിന്റെ മെയിൻ്റെനൻസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ അലർജി റിയാക്റ്റന്റ് ആയിട്ടുള്ള ചില കെമിക്കൽസിന്റെ അളവ് ഡീഹൈഡ്രേഷനും സ്ട്രെസ്സും ഉണ്ടാവുന്ന സമയത്ത് വളരെ കൂടുന്നുണ്ട് ശരീരത്തിൽ. സോ ആ സമയത്താണ് ചിലപ്പോഴൊക്കെ അലർജിക് റിയാക്ഷൻ വന്നിട്ട് ആന്റി ഹിസ്റ്റമിൻസും മറ്റ് ടാബ്ലറ്റ്സും ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈഡ്രേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. കാരണം അത്തരം സ്ട്രെസ്സേഴ്സിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യും. സോ 5th പോയിന്റ് ഈസ് ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഇൻഫ്ലമേഷൻ. ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, വീക്കം ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മൊത്തത്തിൽ അങ്ങ് സപ്രസ് ചെയ്യാറാണ് പതിവ്. സോ അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ പ്രധാനമായിട്ടും ഈവൻ നമ്മുടെ കുടലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡയറക്ട്ലി പാത്തജൻസിനെയും അതുപോലെ തന്നെ ഈവൻ ഫുഡ് പാർട്ടിക്കിൾസിനെ പോലും ഡയറക്ട്ലി ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. സോ അത്തരം കണ്ടീഷൻ പ്രധാനമായിട്ട് ലീക്കി ഗട്ട് എന്നാണ് പറയാ. ഈ ഒരു ലീക്കി ഗട്ടും അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട 2 ഫാറ്റി ആസിഡ്സ് omega-3 എന്നുള്ള രീതിയിൽ അറിയപ്പെടാറുണ്ട്. അതില് omega-3, omega-6 2 എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നറിയപ്പെടാറുണ്ട്.
ഈ ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് കാറ്റഗറിയിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത് omega-6 ആണ്. ഈ omega-6 ഇങ്ങനെ കൂടാനുള്ള ഒരു പ്രധാന കാരണം ഒരുവിധം എല്ലാ വെജിറ്റബിൾ ഓയിലും ഇൻക്ലൂഡിങ് റിഫൈൻഡ് ഓയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡൊക്കെ ഈ ഒരു പ്രോസസ്ഡ് ഫുഡൊക്കെ ഈ ഒരു omega-6ഓട് കൂടിയിട്ടാണ് വരുന്നത്. ഇതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസിന്റെ അളവ് വളരെ കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു omega-6 കാരണമാവുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ omega-6ഉം omega-3യും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇൻഫ്ലമേഷൻസിനെ കുറക്കാം. സോ omega-3 വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് അതുപോലെ തന്നെ സോയ ഇതുപോലെയുള്ള അലർജൻസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാവുക? എലിമിനേഷൻ ഡയറ്റ് എന്ന് അതിന് പറയാം. മീൻസ് നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് എന്താണ് സ്യൂട്ടബിൾ ആവാത്തത്, നമ്മുടെ ബോഡി എന്താണ് നമ്മളോട് പറയുന്നത് അത് റീഡ് ചെയ്ത് അങ്ങനെ വേണ്ടാത്തതിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒഴിവാക്കുക. ആൽക്കഹോളും അതുപോലെ തന്നെ പുകവലിയും മറ്റു ടോക്സിൻസും ആയിട്ടുള്ള സമ്പർക്കവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ, ഒന്ന് omega-3 എന്ന് ഞാൻ പറഞ്ഞു, ഇത് കൂടാതെ ഉള്ളതാണ് പോളിഫിനോൾസ്. പോളിഫിനോൾസ് കൂടുതലായിട്ട് എവിടെയാണ് കിട്ടുക? ശരിക്കും നമ്മൾ റെയിൻബോ ഡയറ്റ് അല്ലേ പറയാറ്. വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് റെയിൻബോ ഡയറ്റ് അവൈലബിൾ ആണ്. ഈ റെയിൻബോ ഡയറ്റിൽ ശരിക്കും അവസാനത്തെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഈ ഇൻഡിഗോ ബ്ലൂ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഓറഞ്ച്, റെഡ്, യെല്ലോ ഇതുപോലെയുള്ള പച്ചക്കറികളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പോളിഫിനോൾസ്. ഇത് പ്ലാന്റ് ഫൈറ്റോ ന്യൂട്രിയൻസ് ആണെന്ന് പറയാം. ഈ ഫൈറ്റോ ന്യൂട്രിയൻസ് ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട്. സോ 6th പോയിന്റ് ഈസ് കൺട്രോൾ യുവർ ഇൻഫ്ലമേഷൻ. പിന്നെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെ. കോവിഡിന്റെ സമയത്ത് വളരെ കൂടുതലായിട്ട് പോപ്പുലർ ആയ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ആൾക്കാർ മനസ്സിലാക്കിയ 2 വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും. വളരെ കറക്റ്റ് ആണ്. ഈ 2 വൈറ്റമിൻസും ശരീരത്തിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന് വാക്സിനോ ആയിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തജൻസിനെ, വൈറസിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് മെത്തിയോണൈൻ. മെത്തിയോണൈൻ എന്ന് പറയുന്നത് കൂടാതെ സിസ്റ്റീൻ എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്. കണ്ടീഷണലി എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ സിസ്റ്റീൻ ഉണ്ടാവും, എന്നാൽ ചില അസുഖങ്ങൾ വരുന്ന സമയത്ത്, ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്ന സമയത്ത് ശരീരത്തിന് സിസ്റ്റീൻ ഉണ്ടാക്കാനുള്ള കഴിവ് കുറയും. ഇത് രണ്ടും പ്രോട്ടീനിലാണ് വരുന്നത്, അമിനോ ആസിഡ്സിന്റെ വെറൈറ്റിയില്. ആ അമിനോ ആസിഡിന്റെ അളവ് കണ്ടീഷണൽ മീൻസ് ചില കണ്ടീഷനിൽ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ അതിനെ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു അമിനോ ആസിഡിന്റെ അളവ് കൂട്ടുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. omega-3 വളരെ കൂടുതലായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലും ഓർഗാനിക്കും ആയിട്ടുള്ള സപ്ലിമെന്റ്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക. ഒരുവിധം എല്ലാ സപ്ലിമെന്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മനസ്സിലാവും എല്ലാം ഓർഗാനിക് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ കാർബൺ അടങ്ങിയത് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഇപ്പോഴ് നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആവുകയും അതിനെ ഏറ്റവും നല്ല ബയോ ആക്റ്റീവ് ഫോമിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റും എന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരം സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാം. വൈറ്റമിൻ സി, ഡി കൂടാതെ സിങ്ക്, സെലീനിയം തുടങ്ങിയ ഒത്തിരി മൈക്രോ വൈറ്റമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസ് ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെയാണ് ചില ഹെർബില് നമുക്ക് പറയാൻ പറ്റുന്നത്, എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് തുളസി അല്ലെ. അതുപോലെ തന്നെ അശ്വഗന്ധ നല്ലൊരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. ഈ ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറയുന്നതിന്റെ പർപ്പസ് തന്നെ എവിടെയാണോ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് അവിടെ വർക്ക് ചെയ്യും. അത് ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റേജിലേക്ക് എത്താതെ തിരിച്ച് അതിനെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അടക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂണോ മോഡുലേറ്ററിനാണ്.
അതുപോലെ തന്നെ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്മ്യൂൺ സിസ്റ്റത്തില് ഇമ്മ്യൂണോമോഡുലേറ്റർ ചെയ്യുന്നു. സോ സപ്ലിമെന്റ് വൈസ്ലി. ഇങ്ങനെ ഒരു കാര്യം കൂടിയാണ് പ്രധാനപ്പെട്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 7 പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവിടെ നമ്മുടെ ഇതില് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞു കഴിഞ്ഞ പോയിന്റുകളിൽ ഏതൊക്കെ പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ മിസ്സാവുന്നത് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ, അതിനെ നല്ല രീതിയിൽ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. സോ താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓവർ ടു ഫസ്റ്റ്. താങ്ക് യു സർ. സ്ലൈഡ് മാറ്റി. 1 സെക്കൻഡ്. പോയോ? ഇല്ല. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി എവിടെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവാണ് പ്രിയപ്പെട്ട സനൽ സാറിലൂടെ നമുക്ക് ലഭിച്ചത്. സ്ലൈഡ് പോയില്ലേ സാർ? അത് ഒന്ന് അവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എനിക്കതിന്റെ സ്റ്റോപ്പ് ഷെയർ കാണുന്നില്ല. ഓക്കെ. ഓക്കെ. സോ വളരെ ക്രിയാത്മകമായ ഒരു അവസ്ഥ. നമ്മള് ഒരു വലിയ ചൂടിൽ നിന്ന് വലിയൊരു മഴയിലേക്കാണ് മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ അതുപോലെ വലിയൊരു കോവിഡ് കാലവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. കോവിഡ് പോലുള്ള അല്ലെങ്കിൽ കോവിഡിന്റെ വാക്സിൻ കൊണ്ട് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ വളരെ ആശങ്കയോടെ കേൾക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ തന്നെയാണ്. അപ്പൊ ആ ഇമ്മ്യൂണിറ്റി പവറിനെ കൂടുതൽ ശ്രദ്ധയോടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി സാർ സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം. നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും ആധികാരികമായി ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലഹനാൻ സർ, റോയ് സർ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ഡോക്ടർ പോയോ? ഓക്കെ. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്ന? കമന്റ്സ്. ആരുടെയും ഇമ്മ്യൂണിറ്റിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് വേണം വിചാരിക്കാൻ അല്ലേ? എല്ലാവരും സ്ട്രോങ് ആണ്. ഗുഡ് ഈവനിങ് സർ. സർ, അത് omega-3 omega-6 ഒരു റേഷ്യോ അത് എത്ര നമ്മൾ എടുക്കണ്ടേ പെർ ഡേ? നോർമലി നമ്മുടെ omega-3 omega-6 റേഷ്യോ എന്ന് പറയുന്നത് 1:15 വരെയൊക്കെയാണ് പറയുന്നത്. omega-3 1 ആണെങ്കിൽ അതിന് 15 വരെ ഓക്കെ ആണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഓയിൽ യൂസ് വെച്ച് നോക്കുമ്പോൾ അത് 1:100 ഒക്കെ എത്തുന്നുണ്ട്. പല കുടുംബങ്ങളിലും ആവറേജ് 1:60 ആണ് ഉള്ളത്. 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള omega-6 ഓൾമോസ്റ്റ് 4 ഇരട്ടിയാണ് ഇന്നിപ്പോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. omega-6 നല്ലതാണ്, ബട്ട് എനിത്തിങ് ഗുഡ് നല്ലത് വളരെ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് മോശം എഫക്ട് ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലമേഷൻ്റെ. പക്ഷെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഫുഡിൽ ഇതുപോലെ ആന്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടി ഉള്ളത് ഇത് അപ്പാർട്ട് ഫ്രം ദ omega-3 can you suggest? അവക്കാഡോ എന്ന് പറയുന്നത് നല്ല ഫാറ്റ് ആണ് പൊതുവെ. അത് എത്രത്തോളം ഇവിടെ കേരളത്തില് നല്ലത് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് ഷുവർട്ടി ഇല്ല. പക്ഷെ വൺ മോർ പോയിന്റ് ഐ വോണ്ട് ടു ആഡ് ഇസ് പൈനാപ്പിളില് ബ്രോമലൈൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഇൻഫ്ലമേഷൻ. ബ്രോമലൈൻ ഒരു നാച്ചുറൽ എൻസൈം ആണ്. ഇത് പെയിൻ കില്ലർ ആയിട്ടും ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അത് ഈ വെൻ യു ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുമ്പോൾ നാച്ചുറലി ദാറ്റ് പെയിൻ വിൽ ഗോ നാ. അതെ. പിന്നെ ഇത് omega-6 മെയിൻലി നമുക്ക് എവിടുന്നാ കിട്ടുന്ന? വാട്ട് ഇസ് ദ ഫുഡ് സോഴ്സ്? omega-6 omega-6 ഓൾമോസ്റ്റ് എല്ലാ റിഫൈൻഡ് ഓയിലും ഉണ്ട്. ഓയിൽസില്
മസ്റ്റർഡ് ഓയിലുണ്ട്. മസ്റ്റർഡ് ഓയിൽ വളരെ കൂടുതലാണ്. അതെ. ഓക്കെ സർ, ഞാൻ ഫുള്ള് കേൾക്കാൻ പറ്റില്ല. ജസ്റ്റ് നൗ ഐ സ്റ്റാർട്ടഡ് 7:30. മേ ബി അറൌണ്ട് 8 o'clock ആണ് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റിയത്. എനിവേ ഞാൻ റെക്കോർഡിംഗ് കേട്ടോളാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻഫർമേഷൻ. താങ്ക് യു. മാഡം ഡോക്ടറാണോ? ഞാൻ ക്ലിനിക്കൽ ഫീൽഡിലാണ്. ഓക്കെ, ആരാണ് അടുത്തത്? പ്രവീൺ പ്രഭാകർ. സാജൻ സാർ പറയും. സാറേ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു ചെറിയൊരു കാര്യം, നമ്മൾ ഇന്നിപ്പോ അധ്യാപകരൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, വോയിസുമായിട്ട് ബന്ധപ്പെട്ട്. മിക്ക അധ്യാപകരും ഇപ്പൊ ചെറിയ മൈക്കൊക്കെ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നല്ല വോയിസ് കിട്ടുന്നതിന് അധ്യാപകർ അല്ലെങ്കിൽ വോയിസ് പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മുൻകരുതലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് വോയിസ് പോകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വോയിസ് കുറയുന്നത്? അത് പീരിയോഡിക്കൽ ആയിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് വോയിസ് കുറയുന്നതാണോ, അതല്ല നാച്ചുറലി അയാളുടെ വോയിസ് കുറഞ്ഞിട്ടാണോ ഉള്ളത്? ഇല്ല, കൂടുതൽ ഓവർ യൂസ് കൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് 2-3 പീരീഡ് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓവർ യൂസ് കൊണ്ടാണ്. ഏറ്റവും ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന്റെ എണ്ണം കൂട്ടുക, അളവ് കൂട്ടുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാരറ്റ് അല്ലെങ്കിൽ ആ വിബ്ജിയോറിലെ ഏറ്റവും അവസാനത്തെ 4 ആൽഫബറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ നിറങ്ങളിലുള്ള എല്ലാ പച്ചക്കറികളുടെയും അളവ് കൂട്ടുക. ഇതൊക്കെ കൂടുതലായിട്ട് ശരീരത്തിൽ പോളിഫിനോൾസ് തരും. ഈ പോളിഫിനോൾസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്ന് മാത്രമല്ല, ടോക്സിൻസ് ആക്ച്വലി എണ്ണം കൂടുന്നത് കൊണ്ട് ഇൻഫ്ലമേഷൻസ് വരുന്നതാണ്. ഈവൻ ടെമ്പററി ആയിട്ടും തുടക്കത്തിൽ ഒരാൾ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത്, ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നല്ല സൗണ്ട് ഉണ്ട്, അടുത്ത ഒരു 3/4 മണിക്കൂർ സൗണ്ട് ഇല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പലപ്പോഴും, അല്ലെ? ഇഫ് ഐ ആം റൈറ്റ്. അങ്ങനെയാണ് സാറേ. അപ്പൊ ആദ്യത്തെ ഇതിന് ശേഷം ഇൻഫ്ലമേഷൻ പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പൊ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. പെർട്ടിക്കുലർലി ഒമേഗയുടെ അളവ് കൂട്ടുക എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സർ. ഓക്കെ, പ്രവീൺ. യെസ്, സിയോമി പറഞ്ഞോളൂ. സാറേ, ഈ omega-3 വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ എന്താണ്, എന്ത് ഗുളികയാണോ, അത് ഫുഡിൽ കൂടെ ആണോ, അത് എങ്ങനെയാണ്? അത് ഈ ഒലിവ് ഓയിൽ കഴിച്ചാൽ അതിന് ഗുണം ഉണ്ടാവോ? ഒലിവ് ഓയിലിൽ omega-3യുടെ അളവുണ്ട്, പക്ഷെ ഒലിവ് ഓയിലിനേക്കാൾ കൂടുതലായിട്ട് ഒരുപക്ഷെ പറയാൻ പറ്റുന്നത് ഫിഷ് ഓയിൽ തന്നെയാണ്. സാൽമൺ പോലെയുള്ള ഫിഷിന്റെ ഓയിൽ. ഓക്കെ. അപ്പൊ ഈ മീനെണ്ണ ഗുളികയല്ലേ, മീനെണ്ണ ഗുളികയായിട്ട് കിട്ടുമല്ലോ സാൽമണിന്റെ. മീനെണ്ണ ഗുളിക കോഡ് ലിവർ ഓയിലിൽ ഒരുപാട് സാൽമന്റെ omega-3 ടാബ് കിട്ടാറുണ്ട്, മറ്റേ ക്യാപ്സൂൾ പോലത്തെ. അതാണ്. ദെൻ സാർക്കോപീനിയ എന്ന് പറയുന്ന അസുഖം ഈ ഇതില് പെട്ടത് തന്നെയാണോ? ഓട്ടോഇമ്യൂൺ ഡിസീസിൽ വരുന്നതാണ്. ഓട്ടോഇമ്യൂൺ. അതിന്റെ സിംറ്റംസ് ഈ മസിൽ വീക്കും അങ്ങനെയുള്ള SLEയുടെ സെയിം ആണോ? മസിൽ ലോസ് ആണ് അതിലത്തെ ഒരു പ്രധാന സിംറ്റം വരുന്നത്. അതില് ഏജ് ആണ് ഒരു മുഖ്യമായ ഫാക്ടർ. ഏജ് ആണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യാത്ത ഭാഗങ്ങളുടെ പേശികൾ ക്ഷയിച്ചു പോവാണ്. അതാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ. ഈ ഹാഷിമോട്ടോസ് ഓട്ടോ ഇമ്മ്യൂൺ ആണെന്ന് പറഞ്ഞല്ലോ, അതിനോടനുബന്ധിച്ചിട്ടാണ്, റിലേറ്റഡ് ആണ് ഓരോന്നോരോന്ന് ഇങ്ങനെയുള്ള ഈ RA കിട്ടുന്നത്, അല്ലെ? അല്ല, ഒന്ന് വന്നത് കൊണ്ട് വേറെ പ്രശ്നം വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഹാഷിമോട്ടോസ് ഓട്ടോ ഇമ്മ്യൂൺ ആണല്ലോ, അപ്പൊ അതിനോടനുബന്ധിച്ച് എപ്പോഴും പിന്നെ ഈ ലിംഫാറ്റിക് ഗ്ലാൻഡ് വരുന്നതും അതും ഓട്ടോ ഇമ്മ്യൂണിൽ പെട്ടതാണോ? ലിംഫാറ്റിക് ഗ്ലാൻഡ് അല്ല, ലിംഫാറ്റിക് അതിന് വരുന്ന ചാലഞ്ചസ് ആണോ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ? ലിംഫാറ്റിക് സെൽസ് ഓവറായിട്ട് കാണുന്നതൊക്കെ
സാധാരണ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ ലിംഫാറ്റിക് എപ്പോഴും 40-45 ആ ഒരു റേഞ്ചിൽ മാക്സിമം 100 സെൽസിൽ കിട്ടുന്നതല്ലോ. അപ്പൊ അതിനേലും കൂടുതൽ പോളി കുറഞ്ഞ് ലിംബോസൈറ്റ് കൂടുതൽ കാണുന്നത് കാരണം ലിംഫാറ്റിക് സാധാരണ ഇപ്പൊ സാർ പറഞ്ഞല്ലോ അത് പ്രതിരോധ ശക്തി കൂട്ടുന്നതാണെന്ന്. അപ്പൊ ഈ ലിംബോസെൽസ് കൂടുതൽ കിട്ടിയാൽ എവിടെ വരെ എത്ര വരെ കൂടാ അതാണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ എന്താ ഒരു കൃത്യമായിട്ടുള്ള പാരാമീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് വന്നപ്പോ ഒന്നും ഒരു ടെസ്റ്റ് നമുക്ക് അത് നമ്പാൻ പറ്റണില്ല, വിശ്വസിക്കാൻ പറ്റണില്ല. അല്ല, അതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എടുക്കുന്ന പല ടെസ്റ്റുകളും ഇന്ന് എടുത്തത് തന്നെ ആവണമെന്നില്ല നാളെ എടുക്കുന്ന റിസൾട്ട്. റിസൾട്ടിൽ വേരിയേഷൻ വരാം. നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതിനനുസരിച്ച് നമ്മുടെ WBCയുടെയും RBCയുടെയും ഒക്കെ കൗണ്ട് വ്യത്യാസം വരാം. നിങ്ങളൊരു പനിക്ക് ശേഷമാണ് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നോർമൽ CBC എന്ന് പറയുന്നത് അതിൽ വ്യത്യാസം വരും. അതുപോലെ പനി ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ പോയതെങ്കിൽ നോർമലി പനിയൊന്നും ഉണ്ടായിരുന്നില്ല 1 മാസമായിട്ട്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പോയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൽ വ്യത്യാസം വരുമല്ലോ നാച്ചുറലി. അപ്പൊ അതിനാണ് ഒരു റേഞ്ച് കൊടുത്തിരിക്കുന്നത്, ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് കൊടുത്തിരിക്കുന്നത്. പ്രകൃതി ചികിത്സക്കാര് പറയുന്നത് പനി വരുന്നത് അനുഗ്രഹം എന്നാണ്. അത് അതിന്റെ അഭിപ്രായത്തോട് ഡോക്ടർ യോജിക്കുന്നുണ്ട്? മാഡം 1 സെക്കൻഡ്. ഈ ലിംഫാറ്റിക് സെൽസ് കൂടുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പം അത് കൂടും, ആ റേഞ്ചിൽ കൂടും. പിന്നെ ദാറ്റ് ഈസ് ഓൾസോ ഒരു ക്യാൻസറിന്റെ ഒരു ഇതാണ്. ചിലർ ക്യാൻസർ വരുമ്പോഴും ലിംഫാറ്റിക് സെൽസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു, കുറെ ഒന്നും മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക്. പിന്നെ ഗ്ലൂട്ടാത്തയോൺ കിട്ടുന്ന കുറെ ലിംഫോസൈറ്റ്സിന്റെ കാര്യങ്ങളിലേക്ക് ആക്ച്വലി ഇങ്ങനെയുള്ള കേസുകൾ ഇൻഡിവിജ്വലി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു ജനറൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റിനെ പറ്റിയിട്ടൊന്നും സെഷൻ എടുക്കാത്തത്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇതുപോലെയാണോ, ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പേടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ അവെയർ ആയിട്ട് അതിൽ നിന്ന് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സെഷൻ. മെയിൻ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് റീഡിങ്ങുകളും ഒരുപാട് ടെസ്റ്റുകളും നടത്തിയിട്ട് ആകെ കൂടി കൺഫ്യൂഷനിലായി അത് തന്നെ വലിയൊരു സ്ട്രെസ് ആവരുത്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ആരോഗ്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ. സോ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് റീഡിങ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അതൊരു ചലഞ്ച് ആവരുത്. നമ്മൾ സെൽസ് കൗണ്ട് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ WBC നമ്മളുടെ പ്രതിരോധ ശക്തി കൂടും, വൈറ്റ് രക്താണുക്കളാണ് നമ്മളുടെ പ്രതിരോധത്തിന് കൂടുതൽ. പക്ഷെ ഇൻ ലുക്കീമിയ കേസൊക്കെ വൈറ്റ് ബ്ലഡ് എവിടെ വരെ എത്തും, വളരെ ഹൈ ആയിട്ടൊക്കെ കിട്ടാറുണ്ട് ടെസ്റ്റിലൊക്കെ. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അപ്പൊ നമ്മളെല്ലാം കൂടി ഒത്തു നോക്കിയാല് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഒട്ടും എങ്ങും എത്താൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഇതിനകത്തുള്ള ബ്ലഡിനകത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ള മെഷറാണ് HB എന്ന് പറയുന്നത്, ഹീമോഗ്ലോബിൻ. അറിയില്ലേ? ഈ ഹീമോഗ്ലോബിന്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും നമ്മുടെ ബ്ലഡിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു HB നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ, നമ്മുടെ ബ്ലഡിൽ കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരീരത്തിലെ 6ഓളം അവയവങ്ങളെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുമായിട്ട് ഇതിനെ മാച്ച് ചെയ്യാനുണ്ട്. സോ ജസ്റ്റ് ഒരു ബ്ലഡ് CBC എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൽ ലിംഫോസൈറ്റ്സിന്റെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അളവ് കൂടുതലാന്നുള്ളത് കൊണ്ട് നിങ്ങൾ വറി ചെയ്യരുത്. ഇത് ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ അറിയുന്നതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് മാത്രം എടുത്താൽ മതി. നമുക്ക് പനി വരുന്നത് ചോദിച്ചു, പനി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അതൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഇമ്മ്യൂണിന് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് പനി വരിക. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ്. നമ്മൾ ശരിയായ രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലത്തെ ഇമ്പോർട്ടൻസ്.
ഇപ്പൊ പനിയെ പറ്റി ചോദിച്ചത് ക്ലിയർ ആയോ? ക്ലിയർ നേരത്തെ ആയി. ഒരാൾ അല്ല, ചോദിച്ചു. ഞാനും തന്നെ ചോദിച്ചത് പനിയെ കുറിച്ചിട്ട്. ആ. കാരണം കുറച്ച് പനി വരുന്നത് അത് നല്ലതാണ്, നമ്മുടെ ശരീരം പ്രതിരോധിക്കണേണ് എന്നാണ് ഈ മറ്റുള്ള ആയുർവേദവും പ്രകൃതിയൊക്കെ പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം നമ്മൾക്ക് വിട്ടുമാറാത്ത പനി വിട്ടുമാറാത്ത പനി ദോഷമാണ്. അത് ദോഷമാണ്. പക്ഷെ ചെറിയ പനിക്കൊക്കെ ചില നമ്മള് ആൾക്കാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഉറക്കത്തിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ചില ആൾക്കാർക്ക് രാത്രി മാത്രം പനി ഉണ്ടാവും. ഇങ്ങനെയുള്ള പനി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസമൊക്കെ പനി വരും. ഇങ്ങനെ വരുന്നത് ദോഷമാണ്. എവിടെയോ നമ്മൾ നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ശരീരം നമ്മൾ ഒന്ന് ഉണർത്തി വിടുകയാണ്. ഡോക്ടറെ, മീൻ ഗുളിക കഴിക്കാന്ന് പറഞ്ഞല്ലോ, അത് എല്ലാ ദിവസവും കഴിക്കാമോ? ഡെയിലി കഴിക്കാമോ അത്? തീർച്ചയായിട്ടും. അതിന്റെ കാൽക്കുലേഷൻ നമ്മുടെ അതിന് എത്ര ഉണ്ട്, നമ്മുടെ ശരീരത്തെ എത്ര ഉണ്ട് എന്നുള്ളതിന് വല്ല ടെസ്റ്റിംഗ് ഉണ്ടോ? ഒമേഗ-3 ഞാൻ ശരിക്കും 1 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഒമേഗ-3 കൊണ്ട് ദോഷമില്ല. എന്നാൽ ഒമേഗ-3 വരുന്ന സോഴ്സ് ഫിഷ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഹെവി മെറ്റൽസ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം ഒമേഗ-3 കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഫിഷ് പ്രധാനമായിട്ട് ആഴക്കടലിലുള്ള ഫിഷാണ്. കടലിലേക്കാണ് ഏറ്റവും കൂടുതൽ ഹെവി മെറ്റൽസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ട് തള്ളുന്നത്. ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നിന്ന് ചെറിയ മീനുകളും അതിനുശേഷം ഈ ചെറിയ മീനുകളെ തിന്നുന്ന വലിയ മീനുകളും ഈ ഹെവി മെറ്റൽസിനെ അതിന്റെ ശരീരത്തിലേക്ക് എടുക്കും. അപ്പൊ അത് പൊതുവെ കളയാനുള്ള ശരീരത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഫാറ്റിന്റെ കൂടെ കളയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫാറ്റിന്റെ കൂടെ സ്റ്റോർ ആവും. അങ്ങനെ സ്റ്റോറായ ഒമേഗ-3 ആണ് നമ്മുടെ ക്യാപ്സ്യൂളിനകത്തുള്ളതെങ്കിൽ അത് നമുക്ക് ഒമേഗ-3 തരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഹെവി മെറ്റൽസും വരും. അപ്പൊ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കണമെന്ന് പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവരുടെ എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഹെവി മെറ്റൽസിനെ കളയാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയായിരിക്കും. വളരെ ചുരുക്കം ചില കമ്പനികളെ ഹെവി മെറ്റൽസിനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കുന്നുള്ളൂ. ഈ ഗ്ലൂട്ടാത്തയോണിന് എന്തെങ്കിലും ഇതുണ്ടോ? ടാബ്ലറ്റ്സ് അങ്ങനെ വല്ലതുണ്ടോ? ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഉണ്ട്. ടാബ്ലറ്റിനേക്കാളും 2 ദിവസം മുമ്പ് എന്നെ ഒരു ആള് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാനൊരു കമ്പാരിസൺ പറയാണ് കേട്ടോ. 2 ദിവസം മുമ്പ് എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തത് ക്രിയാറ്റിൻ സപ്ലിമെന്റ് ശരീരത്തിന് എത്ര ഗുണം ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ശരീരം സ്വതവേ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. ഈ ക്രിയാറ്റിന് പകരം നമ്മൾ അഡീഷണൽ സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ മസിൽ ബൂസ്റ്റിംഗ് നടക്കും. തീർച്ചയായിട്ടും മസിൽസ് ഡെവലപ്പ് ആവും. പക്ഷെ അത് ടെമ്പററി ആണ്. അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന മസിൽസിന് വേണ്ടത്ര എനർജി ഉണ്ടാവില്ല. ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഓൾറെഡി കഴിവുണ്ട്. ഈ കഴിവിനെ സപ്പോർട്ട് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ളത്. അതുകൂടാതെയാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും പോലെയുള്ള സപ്ലിമെന്റ്സും ഗ്ലൂട്ടാത്തയോണിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ പോളിഫിനോൾസ് അല്ലെങ്കിൽ പ്ലാന്റ് കോൺസെൻട്രേറ്റ്സ് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉറക്കം, ഹൈഡ്രേഷൻ, അതുപോലെ എക്സസൈസ്, ഇതൊക്കെ ഗ്ലൂട്ടാത്തയോണിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ടോട്ടൽ ഇമ്മ്യൂണിറ്റി എന്ന് മാത്രമല്ല, സ്പെസിഫിക് ആയിട്ട് ഗ്ലൂട്ടാത്തയോണിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെ. അതിൽ നിന്നും മാറിയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ മരുന്നുകൾക്ക് പകരം ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് വാങ്ങിച്ച് കഴിക്കണോ? അല്ല, ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചാണ്. ഇപ്പൊ ഒമേഗ-3 പറഞ്ഞതിനോട് ചേർന്ന് ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. യെസ്, ഇനി ആരാണ് സംസാരിക്കുന്നത്? ഇനി സംശയങ്ങൾ എന്തെങ്കിലും സർ, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ ആന്റി ഓക്സിഡന്റ്, റൈറ്റ്? ആന്റി ഓക്സിഡന്റ് വിച്ച് റിപ്പയർസ് യുവർ ബോഡി, ഇല്ലേ? അതെ. നമ്മൾ ഹോസ്പിറ്റലൈസ് ഒക്കെ ആകുമ്പോൾ വളരെ വീക്ക് ആകുമ്പോൾ ബോഡിയെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാനും ഒന്ന് റിപ്പയർ ചെയ്യാനും ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുമായിട്ട് ഗ്ലൂട്ടാത്തയോൺ അല്ലേ കൊടുക്കുന്നത്? ഗ്ലൂട്ടാത്തയോൺ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു സപ്ലിമെന്റ് കാറ്റഗറിയിലാണ് പൊതുവെ വരുന്നത്. അവിടുന്ന് പറയലുണ്ട് ഇങ്ങനെ ഗ്ലൂട്ടാത്തയോൺ പിന്നെ വളരെ ലൈക്ക് ലിവർ ഫങ്ഷൻ ഒക്കെ വന്ന്
തീരെ അങ്ങ് അടിഞ്ഞു പോകുന്ന പേഷ്യൻസിനും പെട്ടെന്ന് റിവൈവ് ചെയ്യാനായിട്ട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് പറയലുണ്ട്, കൊടുക്കണമെന്ന് പറയലുണ്ട്. അത് അതിന് വല്ല ഇറ്റ് ഹെൽപ്സ് ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട്. സോ അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ? നമ്മുടെ ബ്രാൻഡ് ഏതാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് പോലെ ഇരിക്കും. ആക്ച്വലി എന്ത് സപ്ലിമെന്റ് ആണെങ്കിലും നാച്ചുറൽ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് വേറെ ഏതോ ബോഡിയിലോ അല്ലെങ്കിൽ പ്ലാന്റ്സിലോ ഉള്ള സാധനം ശരിയായ എക്സ്ട്രാക്ഷൻ മെത്തേഡ് കൂടിയിട്ട് എടുക്കുന്നതാണ്. അതേസമയത്ത് സിന്തറ്റിക് എന്ന് പറയുന്നത് ഏതോ ഒരു ലാബോറട്ടറിയിൽ ഉണ്ടാക്കിയിട്ട് അത് കെമിക്കലി ഇറ്റ് വിൽ ബി ദ സെയിം, സ്ട്രക്ചറലി അല്ലെങ്കിൽ ഓർഗാനിക്കലി ഇറ്റ് വിൽ ബി ദ സെയിം, ബട്ട് അത് നമ്മുടെ ശരീരത്തിൽ ബയോ ആക്റ്റീവ് ആവുന്നതിന്റെ അളവ് വളരെ കുറവായിരിക്കും. എന്ത് സപ്ലിമെന്റും ശരീരത്തിനകത്ത് ചെന്നിട്ട് അത് ബയോ ആക്റ്റീവ് ഫോമിൽ എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് 100% യൂസ് നടക്കൂ. വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്, ഇത് ഇന്നും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്നത്, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഇതിന് ശേഷവും അവരുടെ ബോഡിയിലുള്ള ബയോ ആക്റ്റീവ് വൈറ്റമിൻ ഡിയുടെ അളവ് കുറവല്ലേ. അതുകൊണ്ടാണ് അവർ തിരിച്ച് 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്നത്. വൈറ്റമിൻ ഡി ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതിനുശേഷവും വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നുണ്ടെങ്കിൽ ബയോ ആക്റ്റീവ് ഫോമിലേക്ക് അതിന് എത്താൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. സെയിം കണ്ടീഷനാണ് ഗ്ലൂട്ടതയോൺ. Yes, any more doubts? ഈ പ്രോസസ് എല്ലാം നടക്കുന്നത് ലിവറിൽ തന്നെയല്ലേ സർ? ക്ലിയർ ആയില്ല. ഈ പ്രോസസ് എല്ലാം നടക്കുന്നത് ലിവറിൽ തന്നെയല്ലേ? ഗ്ലൂട്ടതയോണിന്റെ ആണോ അല്ല വൈറ്റമിൻ ഡിയോ? അല്ല, ഇതിന്റെ ബയോ ആക്റ്റീവ് ഫോമിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അല്ല വൈറ്റമിൻ ഡിയുടെ തന്നെ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ, മീൻസ് അതൊരു കൊളസ്ട്രോൾ ആണ്, ആ സ്റ്റെറോളിൽ നിന്ന് വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത് മുതൽ കിഡ്നി ആണ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ട് ബയോ ആക്റ്റീവ് ആക്കുന്നത്. പാരാതൈറോയിഡ് ഹോർമോൺ അല്ല, കാൽഷ്യത്തിന് പാരാതൈറോയിഡ് ഹോർമോൺ അല്ലേ കാൽഷ്യമായിട്ട് ഇത് ആക്കുന്നത് അല്ലേ? വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ, അത് സൺലൈറ്റിൽ നിന്നും കുറച്ച് കിട്ടുമല്ലോ നമുക്ക്. സൺലൈറ്റിൽ നിന്ന് കിട്ടും. അതാണ് സ്റ്റെറോളിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് വൈറ്റമിൻ ഡിയിലേക്ക് എത്തിക്കുന്നത്. Then it will be stored in liver, right? അത് സ്റ്റോർഡ് ഇൻ ലിവർ എന്ന് പറയാൻ പൂർണ്ണമായിട്ട് പറ്റില്ല. പോളികാൽസിഫെറോൾ ഉണ്ടാവും, അതിനുശേഷം 25 ഡീഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ, അതിനുശേഷം വൈറ്റമിൻ D3 ആക്റ്റീവ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വൈറ്റമിൻ D3 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് അത് പിന്നെ ആക്റ്റീവ് ബയോ ആക്റ്റീവ് ഫോമിലേക്ക് മാറുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റേജസ് വേറെ വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബോഡിയുടെ ഒക്കെ ഫങ്ഷൻ ശരിയാക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് റീജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി സാർ എന്താ ഒരു അഡ്വൈസ് പറയുന്നത് ഫോർ ദ കോമൺ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ എന്ത് ചെയ്യണം ടു മേക്ക് അവർ ലൈഫ് ബെറ്റർ? പ്രധാനപ്പെട്ട 4 കാര്യങ്ങള്: വെള്ളം നന്നായിട്ട് കുടിക്കുക, ഉറങ്ങുക. കാരണം സ്ട്രെസ്സേഴ്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റീജുവനേഷൻ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ബോഡിക്ക് അകത്തുള്ള അല്ലെങ്കിൽ ബോഡിയുടെ പുറത്തുള്ളത്. ഈ സ്ട്രെസ്സേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡുകൾ ഇതൊക്കെ തന്നെയല്ലേ? നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി നോട്ട് എഴുതിയിട്ട് ഡയറി എഴുതുന്നത് ഹെൽപ്പ് ചെയ്യും. നല്ല ചങ്ങാത്തം അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക, അതിന്റെ ഒരു പാർട്ടാവുക ബേസിക്കലി. എക്സസൈസ് വളരെ ബെനിഫിഷ്യൽ ആണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം നന്നായിരിക്കുമോ അത്രത്തോളം ഗുണം ചെയ്യും. പൊതുവെ ഭക്ഷണത്തിനെ പറ്റി പറയാറുണ്ട്, ഭക്ഷണത്തിന്റെ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാന്ന്. അതിന് ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാന്റ് കോൺസെൻട്രേറ്റ്സ്, പ്രത്യേകിച്ചും പച്ചയായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ആദ്യം കഴിക്കുക. അതിനുശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം, ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. ഏറ്റവും ലാസ്റ്റിലേക്ക് കാർബോഹൈഡ്രേറ്റ് മെത്തേഡ് കൊണ്ടുവരാം. ഇത് ഷുഗർ സ്പൈക്ക് കുറക്കും. ആക്ച്വലി ഇപ്പോഴുള്ള ഇൻഫ്ലമേഷൻസിന്റെ ഒരുപാട് എഫക്റ്റ് വരുന്നതൊക്കെ ഷുഗറിൽ നിന്നാണ്. ഇൻഫ്ലമേഷൻ
കോസ്ഡ് ബൈ ക്യാൻസർ സെല്ലിന്റെ ഒക്കെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അതിലൊക്കെ പറയുന്നത് ഷുഗർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻഫ്ലമേഷൻസ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഷുഗറിന് ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളത് ക്യാൻസർ സെല്ലിനാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓൺലി തിങ് അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് മാത്രം. പലരുടെയും കേസുകളിൽ വെറുതെ പോയ ആള് മീൻസ് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്നേരം ഓക്കെ അച്ഛൻ്റെത് ചെക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ എന്റെയും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഡയബറ്റീസ് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരില്ലേ, ഇതുപോലെ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരും ആക്ച്വലി പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പുറത്തൊന്നും അറിയാനുണ്ടായിരുന്നില്ല. പക്ഷെ ജസ്റ്റ് ഒരു ചെക്കപ്പ്, റൂട്ടീൻ ചെക്കപ്പ് ചെയ്ത സമയത്ത് മനസ്സിലായി സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ക്യാൻസർ ആണെന്ന്. എല്ലാവരുടെയും ഉള്ളിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ട്. ബട്ട് ശരീരത്തിന് അറിയാം ഇതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും. അപ്പൊ ബേസിക് ആയിട്ടുള്ള നോർമലി 4 പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നതിൽ ഒന്ന് ഭക്ഷണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശരീരം പണിയെടുക്കണം, അഥവാ എക്സസൈസ് എന്ന് വേണമെങ്കിൽ അതിനെ സയന്റിഫിക്കലി പറയാം. വർക്ക് ചെയ്യുന്ന ഒരു ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്, വിശ്രമം, ഉറക്കം. അതുപോലെ തന്നെ 4ാമത്തെ ഒന്നാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി. ഈ 4 എണ്ണമാണ് 4 പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് വരുന്നത്. ഈ 4 എണ്ണത്തിനെയും എത്രത്തോളം നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടാവും. യെസ്, എനി മോർ ഡൗട്ട്സ്? സൻസാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എല്ലാത്തിനും ആൻസർ പറയാൻ പറ്റത്തില്ല, കാരണം ഇത് അവരവരുടെ പ്രതിരോധ ശക്തിയെ കുറിച്ചുള്ള ചോദ്യം. അതുകൊണ്ട് സാറിൻ്റെതായ നിന്നുകൊണ്ട് ശരിയല്ലേ സാർ? അതെ, അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാം. കാരണം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ സാറായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിരുന്ന, ഒരാൾ മാറുന്നതിനനുസരിച്ച്, ഒരാളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലത്തെ 3ഓ 4ഓ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളും വൈഫും അല്ലെങ്കിൽ ഹസ്ബൻഡും കുട്ടികളും ഇങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് മാറുന്നത്. ഈ ഫാമിലി മാറുന്നതിന് ശേഷമാണ് പിന്നെയുള്ള ഒരു സൊസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ കുടുംബത്തിലേക്ക് മാറ്റം വരുന്നത്. സോ ആരോഗ്യത്തിൽ ഊന്നൽ കൊടുത്തിട്ട് അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ സ്റ്റെപ്സും നമുക്ക് എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പൊ ഇമ്മ്യൂണിറ്റിയെ പറ്റി ഇത്രയൊക്കെ സംസാരിച്ചു. ഇമ്മ്യൂണിറ്റി കൊണ്ട് ശരീരത്തിനകത്ത് ഇപ്പോ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹോം സെക്യൂരിറ്റി ഉണ്ട്. ഈ ഹോം സെക്യൂരിറ്റിയാണ് ഇമ്മ്യൂണിറ്റി. എന്ന് വെച്ചാൽ ഒരു കള്ളൻ വന്നു വീട്ടിനകത്തുള്ള ഫ്രിഡ്ജും അല്ലെങ്കിൽ ടി വി ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സെക്യൂരിറ്റി അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. നമ്മുടെ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാൻ സെക്യൂരിറ്റിക്ക് പറ്റുമോ? പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് റിപ്പയർ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ചെയ്യണം. നമ്മുടെ ശരീരത്തിലും ഇമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. അതിനുശേഷം ഓൾറെഡി ശരീരത്തിനകത്ത് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് പല ആൾക്കാരിലും പല പ്രശ്നങ്ങളും വന്നു. പക്ഷെ ആ സമയത്തൊക്കെ കോവിഡ് പോയി എന്നാൽ ഞാൻ ഫിറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പെരുമാറിയതിന്റെ റിസൾട്ട് ആയിരുന്നു പല ആൾക്കാരിലും കൊളസ്ട്രോളും അല്ലെങ്കിൽ ഡയബറ്റീസും ഒക്കെ കണ്ടത്. കോവിഡിന്റെ വൈറസിനെ മാറ്റം കുറ്റം പറയരുത്. നമ്മൾ ചെയ്യാനുള്ളത് എന്താണോ അതിനെ ശരിയായ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുക. പലപ്പോഴും ഞാനൊരു സൈക്കിളിന്റെ വീലിനോടാണ് ഇതിനെ കമ്പയർ ചെയ്യാറ്. സൈക്കിൾ വീലിന് കുറെ സ്പോക്സ് ഉണ്ട്. ഈ സ്പോക്കുകൾ, അതെ, ഈ സ്പോക്കുകളൊക്കെ പല രീതിയിലുള്ള, ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന അച്ചുതണ്ടിന്റെ ചുറ്റുമുള്ള ആരോഗ്യത്തിന് എടുക്കാം. ഈ സ്പോക്കിനെ വളരെ നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആരോഗ്യത്തിന്റെ എല്ലാ പില്ലേഴ്സിനെയും, അതിപ്പോ നല്ല വായന ആയിക്കോട്ടെ, നല്ല കൂട്ടുകെട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം ആയിക്കോട്ടെ, നല്ല സപ്ലിമെന്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനെയും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു സ്പോക്ക് കേടായാൽ നമ്മൾ അപ്പൊ തന്നെ അതിനെ എല്ലാത്തിനും മാറ്റുകയല്ല ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ആരോഗ്യം വരട്ടെ എന്ന് പറഞ്ഞ് സൈക്കിളിന്റെ റിമൂവ് മാറ്റിയിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള പഴയ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അയാൾ ആ ബാക്കി എല്ലാ സ്പോക്കിനെ ടൈറ്റ് ചെയ്യും, ആദ്യം അതിനെ സ്ട്രെങ്തൻ ചെയ്യും. നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? എളുപ്പം ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ വീട്ടിൽ വന്നിട്ട് കൺഫ്യൂഷനായി. ഇപ്പൊ ടൈറ്റ് ചെയ്യുവാണോ ലൂസ് ചെയ്യുകയാണോ?
അല്ലെ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, അല്ലെങ്കിൽ ബസ്സിൽ കണ്ടക്ടറായിട്ട് വഴക്കിട്ടു, തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു പക്ഷെ ഭാര്യയോടോ അല്ലെങ്കിൽ കുട്ടിയോടോ കയർത്ത് സംസാരിക്കുന്ന ഒരു പ്രകൃതത്തിലേക്കാണ് ഇന്നിപ്പോ നമ്മൾ പോകുന്നത്. നമ്മൾ ഇപ്പോഴും ഓൾറെഡി ഉള്ള സ്പോക്കിനെയും ലൂസൺ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തെ പ്രശ്നം വേറൊരു സ്ഥലത്താണ് പ്രയോഗിക്കുന്നത് അല്ലെ. സ്ക്രൂ അപ്ലൈ ചെയ്യുന്ന അവിടെയാണ്. ഉള്ളനാഥ് സാർ പറയൂ, ഇമ്മ്യൂണിറ്റി എങ്ങനെയുണ്ടെന്ന് പറയൂ. സാർ ആക്ച്വലി സനൽ സാറ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവുകയും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മാനസികമായ ഒരു പ്രിപ്പറേഷനും കൂടി ഇതിനാവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളിൽ കയറി വരുമ്പോഴും ശരിയാക്കും, എൻ്റെ ശരീരത്തിന് അതിനുള്ള ശേഷിയുണ്ട് എന്ന് ഞാൻ ചിന്തിച്ച് ഈ ഓവർ ഹിയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എനിക്കില്ല. പക്ഷെ അതിൽ പ്രശ്നം കൂടുന്നു എന്ന് ഞാൻ അനുഭവിക്കുമ്പോൾ അതിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും. അവർ പറയുന്ന ഇത്ര കുറവുണ്ട്, അപ്പൊ അതിനെ മാത്രം കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സാറ് പറഞ്ഞ പോലെ മൊത്തം ഓവർ ഹിയർ ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തെ നശിപ്പിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ മനസ്സിൽ കാണാതിരിക്കുക. ഐ ആം ഓൾ റൈറ്റ്, മുന്നോട്ട് പോവുക. സാർ ഒന്നുകൂടെ പറഞ്ഞു, ഓൾഡ് ഏജിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. നമ്മുടെ സൗണ്ട് വരെ കുറഞ്ഞു പോകും. അതിന്റെ അനുഭവസ്ഥ ഞാൻ തന്നെയാണ്. ഹെവി സൗണ്ട് ആയിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ പ്രായത്തിന്റെ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ സൗണ്ട് പതുക്കെ കുറച്ച് ലോ ലെവലിലേക്ക് വന്നു. ഞാനത് കൂട്ടാൻ വേണ്ടി എൻ്റെ വോക്കൽ കോഡ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ആക്കാൻ ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ഉള്ള സൗണ്ട് എനിക്ക് മതി, ഇത് ഓപ്പറേഷൻ ശരിയല്ലെന്നാ പറയുന്നത്. എന്തായാലും സാർ നല്ലൊരു അവയർനെസ് ആണ് സാർ തന്നത്. പ്രാക്ടിക്കൽ സൈഡൊക്കെ കിടക്കട്ടെ. ഈ വോക്കൽ പ്രശ്നം ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം ഇത് പ്രത്യേകിച്ച് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ ഇപ്പൊ. എല്ലാ ട്രെയിനേഴ്സിന്റെയും വായടച്ചിരിക്കുക. കാരണം ആവേശം കൂടി കഴിയുമ്പോൾ ഒക്കെ പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് മൈക്ക് ഇല്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ്. സ്കൂളുകളിലൊക്കെ സൗണ്ടിനെ കോംപ്രമൈസ് ചെയ്ത് മൈക്ക് ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ സംസാരിച്ചാൽ അത്യാവശ്യം സാർ പറഞ്ഞ അവസ്ഥയിലേക്ക് 50 കുട്ടികൾ 60 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം കേൾപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ആദ്യം അത് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ എന്താ പിന്നെ പ്രായമായവർക്കുള്ള, ഞാൻ എന്തിനാ മൈക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ച ടീച്ചേഴ്സ് അവർ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ഇപ്പൊ പകുതി കുട്ടികളെ കേൾക്കുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ മൈക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ആക്ച്വൽ ഫാക്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, അത് ഏറ്റെടുത്തേ പറ്റൂ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. കൂടുതൽ ഇൻഫർമേഷൻ, ദാറ്റ്സ് ഓൾ, കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ചെറിയ സൂക്ഷിച്ചില്ലെങ്കിൽ വിവരം അറിയും. അതെ, ശരിയാ സർ. ഓക്കെ, വേറെ ആർക്കും ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. താങ്ക് യു. സൽസാർക്ക് ജോലി കഴിഞ്ഞ് വരുന്ന കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് വൺസ് അഗെയിൻ. എല്ലാവർക്കും നന്ദി. സൽസാർ വീണ്ടും കാണാം അടുത്ത ആഴ്ച പുതിയ ഇതിന്റെ കണ്ടിന്യൂഷനായി. താങ്ക് യു, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.